സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിൽ മാധ്യമപ്രവർത്തകർക്ക് പ്രൊഫഷണൽ രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്നു. പ്രൊഫഷണൽ രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്നതിലൂടെ മാധ്യമപ്രവർത്തകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും തൊഴിൽ സ്ഥിരീകരിക്കാനും ശാക്തീകരിക്കാനുമാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. ജനറൽ അതോറിറ്റി ഓഫ് മീഡിയ റെഗുലേഷനാണ് തീരുമാനം കൈക്കൊണ്ടത്. ഏപ്രിൽ 30-ന് മുമ്പായി മുഴുവൻ മാധ്യമപ്രവർത്തകരും നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണമെന്ന് അതോറിറ്റി ആവശ്യപ്പെട്ടു. ഏപ്രിൽ 30-ന് ശേഷം രജിസ്റ്റർ ചെയ്യാതെ മാധ്യമപ്രവർത്തകർ ജോലി ചെയ്യുന്നത് നിയമലംഘനമായി കണക്കാക്കും. മാധ്യമ മേഖലയുമായി ബന്ധപ്പെട്ട് 50-ലേറെ പ്രൊഫഷണലുകൾക്ക് പ്രൊഫഷണൽ രജിസ്ട്രേഷൻ ബാധകമാണ്. ഇറാൻ ഇസ്രായേൽ യാത്ര ഒഴിവാക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ പൗരന്മാരോട് ആവശ്യപ്പെട്ടു. മേഖലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഇറാനിലേക്കോ ഇസ്രായേലിലേക്കോ യാത്ര ചെയ്യരുതെന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത്. നിലവിൽ ഇറാനിലോ ഇസ്രായേലിലോ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർ ഇന്ത്യൻ എംബസികളിൽ രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശിക്കുന്നുണ്ട്. പ്രസ്തുത രാജ്യങ്ങളിലെ ഇന്ത്യൻ പൗരന്മാർ സുരക്ഷാ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുകയും യാത്രകൾ പരമാവധി പരിമിതപ്പെടുത്താനും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒമാന്റെ വടക്കൻ ഗവർണറേറ്റുകളിൽ തുടർച്ചയായി പെയ്ത കനത്ത മഴയ്ക്ക് ബുധനാഴ്ചയോടെ ശമനം ലഭിച്ചു. സാധാരണ ജീവിതം തിരിച്ചുപിടിക്കുന്നതിനുള്ള ഊർജിത ശ്രമങ്ങളാണ് മിക്ക ഗവർണറേറ്റുകളിലും നടന്നുവരുന്നത്. റോഡുകളിലേക്ക് വീണ വലിയ പാറക്കെട്ടുകളും മണ്ണും വിവിധ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ നീക്കിവരികയാണ്. വാദി കുത്തിയൊലിച്ച് സൊഹർ, ബുറൈമി തുടങ്ങിയ സ്ഥലങ്ങളിൽ റോഡുകൾ ഉൾപ്പെടെ തകർന്നിട്ടുണ്ട്. ചില സ്ഥലത്ത് പാതകൾ വിണ്ടുകീറിയ നിലയിലാണ്. ഇവയെല്ലാം യുദ്ധകാല അടിസ്ഥാനത്തിൽ നന്നാക്കി ഗതാഗതം എളുപ്പമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നെല്ലാം വെള്ളം നീങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. അതേസമയം കനത്ത മഴയിൽ ഖാബൂറ മുതൽ ഷിനാസ് വരെ വൈദ്യുതിയും ആശയവിനിമയ സംവിധാനവും ഇന്റർനെറ്റ് സേവനവും ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ തടസ്സപ്പെട്ടു. എന്നാൽ ബുധനാഴ്ച ഉച്ചയോടെ ഇവ പുനഃസ്ഥാപിച്ചതായി അധികൃതർ വ്യക്തമാക്കി. ഇന്റർനെറ്റ് സേവനം തടസ്സപ്പെട്ടത് സൂപ്പർമാർക്കറ്റുകൾ, ഓൺലൈൻ ബാങ്കിംഗ്, ATM എന്നിവയുടെ പ്രവർത്തനത്തെയും സാരമായി ബാധിച്ചു. ബാത്തിന, ബുറൈമി തുടങ്ങിയ ഗവർണറേറ്റുകളിൽ വെള്ളം കയറിയ വീടുകളിലെല്ലാം ചളിയും ഈത്തപ്പന മരങ്ങളെല്ലാം അടിഞ്ഞുകൂടിയ നിലയിലാണ്. ഇവയെല്ലാം ശരിയാക്കി കാര്യങ്ങൾ പഴയതുപോലെയാകാൻ ദിവസങ്ങളെടുക്കുമെന്ന് വീട്ടുകാരും പറയുന്നു. പ്രളയബാധിത മേഖലകളിലെ വാണിജ്യ സ്ഥാപനങ്ങളെല്ലാം കഴിഞ്ഞ 2 ദിവസങ്ങളായി അടഞ്ഞുകിടക്കുകയാണ്. എന്നാൽ വ്യാഴാഴ്ചയോടെ ഇവ തുറന്നു പ്രവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. അതേസമയം സഹം വിലായത്തിൽ വാദിയിലകപ്പെട്ട് കാണാതായ ഏഷ്യൻ പൗരത്വമുള്ള പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. ഇതോടെ മഴക്കെടുതിയിൽ ഒമാനിൽ മരണപ്പെട്ടവരുടെ എണ്ണം 20ആയി. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു തിരച്ചിൽ നടത്തിയിരുന്നത്. മഴയ്ക്ക് ശമനമുണ്ടായിരുന്നു എങ്കിലും വടക്കൻ ഗവർണറേറ്റുകളിലെ മിക്ക വിലായത്തുകളിലും വാദികൾ നിറഞ്ഞൊഴുകുകയാണ്. ജനങ്ങൾ ഇവ മുറിച്ചു കടക്കരുതെന്നും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. വ്യാഴാഴ്ച അൽവുസ്ത, ദോഫാർ സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട മഴയുണ്ടാകുമെന്നാണ് അധികൃതർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അതേസമയം ചൊവ്വാഴ്ച രാത്രി കനത്ത മഴയാണ് മസ്കറ്റ് അടക്കമുള്ള മിക്ക ഗവർണറേറ്റുകളിലും ലഭിച്ചത്. കാറ്റും ഇടിയും അനുഭവപ്പെട്ടിരുന്നു. ബുറൈമി ഗവർണറേറ്റിലെ പല വിലായത്തുകളിലും 200 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചതായി റിപ്പോർട്ടുണ്ട്. നിരവധി വാഹനങ്ങൾ വാദിയിൽ ഒഴുകിപ്പോകുകയും ഡസൻ കണക്കിന് ആളുകൾ അവരുടെ വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്നതിനും കാരണമായി. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയുടെ ജീവനക്കാർ വടക്കൻ ബാത്തിന, ദാഹിറ ഗവർണറേറ്റുകളിൽ 2 പ്രസവ കേസുകൾ അടിയന്തര വൈദ്യസഹായമെത്തിക്കുകയും ചെയ്തു. ഒമാന്റെ വിവിധ ഗവർണറേറ്റുകളിലായി 18 അഭയകേന്ദ്രങ്ങൾ തുറന്നിട്ടുണ്ട്. സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടങ്ങളിൽ കഴിയുന്നത്. കനത്ത മഴയിൽ ഒമാനിലെ വടക്കൻ ഷെർക്കിയയിൽ മതിലിടിഞ്ഞ് മരണപ്പെട്ട പത്തനംതിട്ട സ്വദേശി സുനിൽകുമാറിന്റെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിച്ച് വൈകിട്ട് 3 മണിയോടെ വീട്ടുവളപ്പിൽ സംസ്കരിക്കും. വ്യാഴാഴ്ച പുലർച്ചെ 2:30-ന് ഒമാൻ എയറിൽ കൊണ്ടുപോയ മൃതദേഹം രാവിലെ 8 മണിയോടെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത്. ഇൻകാസ്, KMCC എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഒമാനിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. വടക്കൻ ഷെർക്കിയ ഗവർണറേറ്റിലെ ബിദിയ സനായയിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30-ഓടെയായിരുന്നു അപകടം. വാദി കുത്തിയൊലിച്ചതിനെ തുടർന്ന് ഇദ്ദേഹം നടത്തിയിരുന്ന വർക്ക്ഷോപ്പിന്റെ മതിൽ തകർന്നാണ് മരണം. മഴ തുടങ്ങിയതോടെ കടയടക്കാനായി മറ്റു ജീവനക്കാരോടൊപ്പം പുറത്തിറങ്ങി ഗേറ്റ് പൂട്ടുന്നതിനിടെ വാദി കുത്തിയൊലിച്ചെത്തുകയായിരുന്നു. കടയുടെ മതിലിൽ ഒരാളിലേറെ പൊക്കമുണ്ട്. അതുകൊണ്ട് തന്നെ വാദി കുത്തിയൊലിച്ചു വരുന്നത് കാണാൻ സാധിച്ചിരുന്നില്ല. 15 വർഷത്തോളമായി ബിദിയ സനായിൽ വർക്ക്ഷോപ്പ് നടത്തി വരികയായിരുന്നു ഇദ്ദേഹം.
ഒമാന്റെ പല ഭാഗങ്ങളിലും കഴിഞ്ഞ 3 ദിവസങ്ങളിൽ മഴ തകർത്തു പെയ്തു. ഞായറാഴ്ച മുതലാണ് മഴ പെയ്യാൻ തുടങ്ങിയത്. കനത്ത മഴ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വൻ നാശനഷ്ടമാണ് വിധിച്ചത്. റോഡുകളും കെട്ടിടങ്ങളും തകരുകയും വാഹനങ്ങൾ ഒലിച്ചുപോയതടക്കം നിരവധി അത്യാഹിതങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വടക്കൻ ഷെർക്കയിലെ സമദ് ഷാനിൽ 10 കുഞ്ഞുങ്ങളെ വാതി കൊണ്ടുപോയത് നൊമ്പര വാർത്തയായി. മഴയിൽ പെട്ടുപോയ 1630 പേരെയാണ് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം രക്ഷപ്പെടുത്തിയത്. താഴ്ന്ന പ്രദേശങ്ങളിലും മറ്റുമുള്ള 630 പേരെ സുരക്ഷിത സ്ഥലത്തിലേക്ക് മാറ്റുകയും ചെയ്തു. 152 സുരക്ഷാ പ്രവർത്തനങ്ങളാണ് അധികൃതർ നടത്തിയത്. 50 തിരച്ചിലുകളുമടക്കം നിരവധി സുരക്ഷാ പ്രവർത്തനങ്ങൾ റോയൽ ഒമാൻ പോലീസിന്റെയും റോയൽ എയർഫോഴ്സിന്റെയും സഹകരണത്തോടെ അധികൃതർ നടത്തി. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ബുറൈമി ഗവർണറേറ്റിലെ മഹ്ദയിലാണ്. ഏപ്രിൽ 14 മുതൽ 17 വരെ 302 മില്ലിമീറ്റർ മഴയാണ് ഇവിടെ ലഭിച്ചത്. യങ്കൽ 240 മില്ലിമീറ്റർ, ലിവ 236, ഷിനാസ് 206, ഇബ്ര 196, അൽ അവാബി 195, ഖസബ് 194, അൽഹംറ 177, ഇസ്കി 170, മദ 166 മില്ലിമീറ്റർ എന്നിങ്ങനെയാണ് ഈ കാലയളവിൽ പെയ്ത മഴയുടെ അളവ്. വാദി ബനി ഖാലിദിൽ 1 മണിക്കൂറിലെ ഏറ്റവും ഉയർന്ന മഴയും ഇത്തവണ രേഖപ്പെടുത്തി. ഏപ്രിൽ 14 ഉച്ചയ്ക്ക് 12 മുതലുള്ള 1 മണിക്കൂറിൽ 91.6 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. ചൊവ്വാഴ്ച രാത്രി 10 മണിക്ക് ദങ്കിൽ 1 മണിക്കൂറിൽ 68.2 മില്ലിമീറ്ററും ചൊവ്വാഴ്ച രാത്രി ഇതേ സമയം ഷിനാസിൽ 50 മില്ലിമീറ്ററും മഴ പെയ്തു. ഞായറാഴ്ച മുതൽ ചൊവ്വാഴ്ച വൈകുന്നേരം 5 വരെയുള്ള കണക്കനുസരിച്ച് മഹദയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. ഈ കാലയളവിൽ 183 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. ഈ കാലയളവിൽ ലിവ 180, വാദി ബനി ഖാലിദ് 159, ബിദിയ 122, ഷിനാസ് 128, സിനാബ് 126, മുദൈബി 126, അൽ ഖാബിൽ 126, ഇബ്ര 126, അൽ ഖാമിൽ 107, ഇബ്രി 105, ഇസ്കി 105, കൊറിയാത്ത് 104, സൂർ 99, ജലാൻ ബു ഹസൻ 90, അമറാത്ത് 86 മില്ലിമീറ്റർ എന്നിങ്ങനെയാണ് പെയ്ത മഴയുടെ അളവ്. വ്യാഴാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടില്ല. കാലാവസ്ഥ വിലയിരുത്തി അതത് മേഖലയിലുള്ള അധികൃതരാണ് ഇത് സംബന്ധമായ തീരുമാനമെടുക്കേണ്ടത്. എന്നാൽ കുട്ടികളുടെയും ജീവനക്കാരുടെയും സുരക്ഷ അധികൃതർ ഉറപ്പുവരുത്തണം. ചൊവ്വാഴ്ച അർദ്ധരാത്രിയിൽ പെയ്ത മഴ അക്ഷരാർത്ഥത്തിൽ ഭീതി വിതച്ചുകൊണ്ടാണ് കടന്നുപോയത്. ശക്തമായ മഴയ്ക്കൊപ്പം കാറ്റും ഇടിമിന്നലുമുണ്ടായത് ആളുകളിലും ഭീതി നിറച്ചു. അതേസമയം അധികൃതരുടെ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ മത്ര സൂക്കിൽ പഴുതടച്ച മുന്നൊരുക്കങ്ങളാണ് കച്ചവടക്കാർ നടത്തിയിരുന്നത്. ഞായറാഴ്ച മുതൽ ഭാഗികമായി മാത്രമേ കടകൾ തുറന്നു പ്രവർത്തിച്ചിരുന്നുള്ളൂ. കനത്ത മഴയിൽ റോഡുകളിലെ തടസ്സം നീക്കി ഗതാഗതം എളുപ്പമാക്കാനുള്ള ഊർജിത ശ്രമവുമായി അധികൃതർ രംഗത്ത്. ഗതാഗതം, വാർത്താവിനിമയ, വിവരസാങ്കേതിക മന്ത്രാലയവും മുനിസിപ്പാലിറ്റികളുമാണ് വാഹനമോടിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്.